മലപ്പുറം കറുകമണ്ണ മലവാരത്തിലെ ക്വാറികളിൽ നിന്ന് മലിനജലം ഒഴുക്കുന്നതായി നാട്ടുകാരുടെ പരാതി. മലിനജലം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ കാരച്ചാലിലെ 100ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്കാണ് ക്വാറികളിൽ നിന്നും മലിനജലം ഒഴുകുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ജനങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളിലേക്കാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തിനും കുടിവെള്ള സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളൊരു 100-200 കുടുംബങ്ങളുണ്ട് ഈ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ കുടിവെള്ളത്തിൽ ആ പോറിയിലെ മലിനജലം വന്നിട്ട് അത് ഞങ്ങളെ കിണറ്റിക്കാണ് വരുന്നത്. ഞങ്ങളെ കിണറ്റിൽ വന്ന് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മലിനജലം അവിടുന്ന് വരുന്നത് ഞങ്ങൾക്ക് നിർത്തലാക്കി തരണം. ഇപ്പോഴും കോറിയത്തെ വെള്ളം അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഇതിക്ക്. അപ്പൊ ഈ വെള്ളം മുഴുവൻ അതിക്കാണ്ട് ഇറങ്ങണം. ഞങ്ങൾക്ക് ചൊറിച്ചില് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ട്. വെള്ളം കുടിക്കാൻ കഴിയണില്ല. വെള്ളം ചുമന്ന നിറാണ്. ചില സമയത്തൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ചുമന്ന നിറത്തിലാണ് വെള്ളം കിട്ടുന്നത്. ഞങ്ങളുടെ കാലാകാലം കുടിക്കണ കുടിവെള്ളം അത്. ആ കോറിയിലെ വേസ്റ്റ് വെള്ളം വന്നുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഗതിയിരുന്നത്. ഘട്ടം കണ്ട് ആ വെള്ളം കുടിച്ചിട്ട് മേത്തുകൂടെ ഒക്കെ ചൊറിച്ചിലോ എന്തൊക്കെയോ സൂക്കടൊക്കെ ഉണ്ട് കുട്ടികൾക്കും മക്കൾക്കൊക്കെ. കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല വെള്ളം. ഈ കോറിന്ന് ഇവർ ഈ വേസ്റ്റ് വെള്ളം അടിച്ച് നേരെ വരുന്ന ഈ തോട്ടിലോട്ടാണ്. അടിച്ച് കലങ്ങിയിട്ടാണ് ഈ തോട്ടിലോട്ട് വരുന്നത്. എൻ്റെ വീട്ടിലൊക്കെയാണ് ഈ 2-3 വയസ്സുള്ള കുഞ്ഞു മക്കളുണ്ട്. ആ പിള്ളേർക്ക് എന്നും അസുഖമാണ്. കറുകമണ്ണ മലവാരവും നെടുവഞ്ചേരി മലവാരവുമെല്ലാം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ്. ഇവയുടെ താഴ്ഭാഗത്തുള്ള കാരച്ചാൽ, പുലിക്കുന്ന്, ചെറുനെല്ല്, മങ്ങാട്, വാഴക്കുന്ന്, തണ്ണിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നത്. 2018 ഉണ്ടായ ഉരുൾപൊട്ടൽ പ്രദേശത്ത് വ്യാപക നാശനഷ്ടവും സംഭവിച്ചിരുന്നു. സ്വാഭാവികമായി ഒഴുകുന്ന നീർച്ചാൽ കെട്ടിയടച്ചാണ് ക്വാറി ഉടമകൾ മലിനജലം ഒഴുക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്വാഭാവിക നീർച്ചാൽ കോൺക്രീറ്റ് തടയുകയും അവിടെ ഇന്ന് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോറിയിൽ അടിഞ്ഞു കൂടിയിട്ടില്ല മലിനജലം മുഴുവൻ സ്വാഭാവിക നീർച്ചാലിലേക്ക് തള്ളിവിടുകയാണ്. ഇത് നേരെ താഴെ എത്തുന്നത് പമ്പ് ഹൗസ് എന്ന് പറയുന്ന കാരച്ചാലിന്റെ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്നും ഏകദേശം 150 കുടുംബങ്ങളിലെ വെള്ളം കുടിവെള്ളത്തിനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറി ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഇന്നേ ദിവസം പോയ സമയത്തും കൃത്യമായിട്ട് അവിടെ മലിനമായിട്ടുള്ള വെള്ളം ഈ സ്വാഭാവിക നീർച്ചാലിലേക്ക് അടിച്ചുവിടുകയാണ്. ഞങ്ങളുടെ ആവശ്യം ആ സ്വാഭാവിക നീർച്ചാൽ തടഞ്ഞു നിർത്താൻ ഒരിക്കലും ആർക്കും അധികാരമല്ല. 2 ദിവസം മുമ്പ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് കാരച്ചാലിലെ 20 കുടുംബങ്ങളോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെയാണ് വിലക്ക് ലംഘിച്ച് മഴക്കാലത്ത് ക്വാറി പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. വനംവകുപ്പിന്റെ വിലക്ക് ലംഘിച്ച് ക്വാറികൾക്ക് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇത് സംബന്ധിച്ച പരാതി കോടതിയുടെ പരിഗണനയിലുമാണ്. മലിനജലം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് എത്തുന്നത് തടയണമെന്നും പ്രദേശത്ത് അധികൃതർ അടിയന്തര പരിശോധന നടത്തണമെന്നും നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.